ആയിട്ട് പോകാൻ പോകുന്നത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, സൂപ്പർ തിരക്കുണ്ട്. നമുക്കെന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ പുൽത്തകടിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ സമയം സ്പെൻഡ് ചെയ്യാം എന്ന് കരുതിയിട്ട് വരുന്നവരാണെല്ലാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. മഞ്ഞാണെന്ന് നമ്മൾ വിചാരിച്ചാലും നല്ല കിടിലൻ തണുപ്പാണ്. തടി പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ചെടി നട്ടേക്കാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് അതേ ഐറ്റംസ്, പല തരത്തിലുള്ള ചെടികൾ, പുതിയ വെറൈറ്റി ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒരു സ്റ്റാൻഡിൽ പലതരത്തിലുള്ള ചെടികൾ, പ്ലാന്റുകൾ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ പൂക്കൾ പിടിക്കുന്ന ചെടികളാണിത് കേട്ടോ. അപ്പോൾ അത് പൂ പിടിക്കുന്ന സമയമല്ല. ഈ കാണുന്ന ബിൽഡിങ്ങിനകത്ത് ശരിക്കും ചെടികളുണ്ട് കേട്ടോ. നമുക്ക് ആ ചെടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുറേ സമയമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ ഫാമിലിയായിട്ട് വരാൻ നല്ല രസമാണ് കേട്ടോ. പഴയ രൂപമൊക്കെ അങ്ങ് മാറി ഊട്ടിയുടെ.
ഇത് കണ്ട ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് ആണ്. മൊത്തം ഫോറസ്റ്റ് പൈനാണ്, ഫുള്ള്. താഴത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, രക്ഷയില്ല. ഉഫ്, എന്തൊരു നീളത്തിൽ നെടാൻ നിൽക്കുന്നു നോക്കുകയാണല്ലേ. അടിപൊളി, നല്ല ഹൈറ്റിലാട്ടോ, അടിപൊളി ഹൈറ്റിൽ നിൽക്കുന്നത്. ഇതിൻ്റെ താഴത്തോട്ടൊക്കെ അപാര കാടും അപാര കുഴിയാണ്. ദുഡ്ഡബെട്ടപ്പേക്ക് നമ്മൾ കണ്ട്. അപ്പം അവിടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഇപ്പം കുറച്ചൊക്കെ വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട് പൂക്കൾക്കൊക്കെ. എന്നാലും അവർ ആ ഒരു സംഭവം നിലനിർത്തി പോരുന്നുണ്ട് ഇപ്പോഴും. അതിന് മനോഹരമായ സ്ഥലമാണ് അങ്ങോട്ട് കാണുന്നത്, അടിപൊളിയാണ്. കേട്ടോ, പൂക്കളൊക്കെ കണ്ടില്ലേ. പക്ഷേ ഈ കാണുമ്പോഴുള്ള സാധനങ്ങൾ ഇതിന് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ മുള്ളു കൊണ്ട് ചത്തുപോയി കേട്ടോ. അപ്പോൾ മല്ലുലാലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.